ഇത് നിങ്ങള് മനസ്സിൽ വെച്ചിട്ട് പുറത്ത് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കാഫറുകളെ കണ്ടു കഴിഞ്ഞാൽ കിട്ടിയ സ്ഥലത്ത് ഇട്ട് വെട്ടിക്കൊല്ലണം അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലൊന്നും ആരും എന്നിട്ടും നിങ്ങളോടൊന്നും ഒരാൾക്കും ഒരു വൈരാഗ്യമില്ല. അതാണ് ഈ ഭാരതീയ ദർശനവും സെമിറ്റിക് മതങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ പറഞ്ഞ എവിടുന്നാണെങ്കിലും ഒരു കാഫിറിനെ കണ്ടാൽ കണ്ടടുത്ത് വെച്ച് കൊല്ലണം എന്ന് നിങ്ങൾ ഇവിടെ ആരോപിച്ചു. അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് 100% തെറ്റാണ് എന്ന് ഞാൻ ഇവിടെ തെളിയിക്കാൻ പോവാണ്. ഒന്നാമത്, ഒരു നിരപരാധിയെ കൊല്ലാൻ, അവന്റെ മതം ഏതായാലും ശരി, അവനെ കൊല്ലാൻ ഇസ്ലാമിൽ അനുവാദമില്ല. ഞാൻ ഖുർആൻ വെച്ചിട്ടാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. 1 അധ്യായം 5 വചനം 32 നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എവിടെ പോയിട്ടും ഏത് ഗൂഗിളിൽ പോയിട്ട് വേണമെങ്കിലും ഇത് നോക്കാം. ആ വചനം പറയുന്നത്, നിരപരാധിയായ ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നാൽ അവൻ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്ന പോലെയാണ്. മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുസ്ലിമിനെ കൊന്നാലെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരേ മതത്തിൽ വിശ്വസിക്കുന്നവരെ കൊന്നാലെന്ന് പറഞ്ഞിട്ടില്ല. ലോകത്ത് ഒരു മനുഷ്യനെ ആര് കൊന്നാലും അവൻ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും കൊന്നവനാണ് എന്നാണ് ഖുർആന്റെ കൽപ്പന. അപ്പോൾ ഒരു മുസ്ലിം ഇപ്പോൾ ഒരു തീവ്രവാദി ആക്രമണം നടത്തിയാൽ അവൻ കൊന്നത് നിരപരാധിയാണെങ്കിൽ അവൻ കൊന്നിരിക്കുന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യരെയാണ്. അത്ര വലിയ പാപമാണ് അത്. ഇനി നിങ്ങൾ പറഞ്ഞ ഭാഗം, അതായത് കാഫിറുകളെ എവിടെ കണ്ടാലും കൊല്ലണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ആയത്തൊന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് ഞാനിവിടെ പറയുന്നത് നമ്പർ സഹിതാണ് പറയുന്നത്. നിങ്ങൾക്ക് എവിടെ ആരോട് വേണമെങ്കിലും ചോദിക്കാം. അതിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കാം. നിങ്ങൾ പറയുന്ന വചനം അധ്യായം 9 സൂറത്ത് തൗബ വചനം 5. അവിടെ ഉള്ള ഒരു വചനത്തിന്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് നിങ്ങളിത് പറയുന്നത്. ഓക്കെ, ആ ആയത്ത് 9-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വചനം. അപ്പോൾ അതിനറിയാം ഈ 5 വചനത്തിന് മുമ്പ് 4 വചനമുണ്ട്. അപ്പോൾ ഒരു അധ്യായത്തിലെ ആദ്യത്തെ 4 വചനം മൂടി വെച്ചിട്ടാണ് 5-ാമത്തെ വചനത്തേക്ക് നിങ്ങൾ പോകുന്നത്. ആദ്യത്തെ 5 വചനം ഞാൻ അവിടെ വായിക്കാം. ആ അധ്യായം തുടങ്ങുന്ന 1-ാമത്തെ ആയത്ത്, അതായത് വചനം തന്നെ പറയുന്നത്, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവരുടെയും അവന്റെ ദൂതനും ഭാഗത്തു നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി ഇതാ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഒരു കരാറിനെ കുറിച്ചിട്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അപ്പൊ എന്തോ ഒരു കരാറിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ കരാറ്? അതായത് അന്ന് മക്കയിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ 10 വർഷത്തെ സമാധാന കരാർ ഒപ്പിട്ടിരുന്നു. അവിടുത്തെ നിബന്ധന എന്ന് പറയുന്നത് 10 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആക്രമിക്കില്ല, സമാധാനം പുലർത്തണം. ആ 10 വർഷം ഒരു തരത്തിലുള്ള പ്രകോപനവും ഒരു തരത്തിലുള്ള അക്രമവും 2 കൂട്ടരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. ഈ കരാർ നിലവിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞതിന്റെ പിറകെ ഏകപക്ഷീയമായി മുസ്ലിങ്ങളുടെ തമ്പുകൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ആ തമ്പിൽ ഒരു രാത്രി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നൊടുക്കി. രാത്രിയുടെ മറവിലാണ് ഈ സംഭവം നടന്നത്. അതായത് ഒരു കരാർ ലംഘനമാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ല, അങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ല എന്നൊരു കരാർ നിലവിലിരിക്കെ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു സമാധാന ഉടമ്പടി ഉണ്ടായി. ഇപ്പൊ ഇന്ത്യന്റെ അതിർത്തി കടന്നിട്ട് നമ്മളെ പട്ടാളക്കാരെ മുഴുവൻ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കരാർ, സമാധാന കരാർ അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോഴാണ് ഈ അധ്യായം വരുന്നത്. അതായത് അവരുമായിട്ടുള്ള കരാറ് ഇനിയില്ല, അവരുടെ ഭാഗത്തുനിന്ന് കരാറ് ലംഘിച്ചവരുമായിട്ടുള്ള കരാറ് ഇനിയില്ല. അതുകൊണ്ട് അവരുമായിട്ടുള്ള കരാറ് ഇനി നിങ്ങളും പാലിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതേ അധ്യായത്തിന്റെ 4-ാമത്തെ വചനം. 4-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? ഇനി അവരുടെ കൂട്ടത്തിൽ നിങ്ങളുമായി കരാർ ഏർപ്പെടുകയും എന്നിട്ട് ആ കരാർ ലംഘിക്കാതിരിക്കുകയും ചെയ്ത ആരോടും നിങ്ങൾ കരാർ ലംഘനം ചെയ്യരുത്. അവരുമായുള്ള കരാർ നിങ്ങൾ കാലാവധി വരെ നിറവേറ്റുക. അതായത് അവരുടെ കൂട്ടത്തിലുണ്ട്, ഇപ്പൊ എല്ലാരും കൂടെ ഒന്നും ആക്രമിച്ചിട്ടില്ലല്ലോ, അവരുടെ കൂട്ടത്തിൽ ഈ കരാർ ലംഘിക്കാതെ സമാധാനം പുലർത്തിയവരുണ്ടല്ലോ, അവരുമായിട്ട് നിങ്ങൾ സമാധാനത്തിൽ തന്നെ തുടരണം. എന്നിട്ടാണ് പറയുന്നത്, കരാർ ലംഘിച്ചവരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അവരെ നിങ്ങളും അതുപോലെ തന്നെ ആക്രമിക്കുക. അതായത്
പിന്നെ വളരെ ന്യായമായ ഒരു കാര്യം പറയുന്നത്. അതല്ലാതെ ഇത് ലോകാവസാനം മുഴുവൻ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെ എവിടെ കണ്ടാലും കൊല്ലണമെന്നൊന്നുമല്ല. അവിടെ ആ ഒരു അധ്യായം വായിച്ചാൽ തന്നെ ആദ്യത്തെ 5 വചനങ്ങൾക്കുള്ളിൽ ഇതിന്റെ മറുപടി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരു ജനറലൈസേഷൻ ചെയ്യരുത് നിങ്ങൾ. ഇനി ആ അധ്യായത്തിൽ തന്നെ പിന്നെ ഇതൊരു യുദ്ധ സമയത്ത് നടന്ന ഒരു സംഭവമാണ്. അതായത് ഇതിന്റെ ശേഷമാണ് ഒരു യുദ്ധം നടക്കുന്നത്. ഇതൊരു ചരിത്രമാണ്, അല്ലാതെ ഒരു കൽപ്പനയല്ല. എല്ലാ കാലത്തും എവിടെ കണ്ട മുസ്ലിങ്ങളെയും കൊല്ലണം എന്നുള്ള കൽപ്പനയല്ല. അത് പിന്നെ ഭഗവത്ഗീതയിലെ യുദ്ധവചനങ്ങളും, അതായത് പിന്നെ ഗുരുവും ബന്ധുക്കളും ഒക്കെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അർജുനൻ ചോദിക്കുമ്പോൾ കൃഷ്ണൻ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന രംഗം, അത് കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ട് എവിടെ ആളുകളെ കണ്ടാലും അത് അപ്ലൈ ചെയ്യണമെന്നാണോ? അല്ല, അതൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം വായിക്കാൻ. ഇനി അതേ അധ്യായത്തിൽ ഇപ്പൊ നിങ്ങൾ എവിടെയും പിന്നെ ആളുകളെ കണ്ടാൽ കൊല്ലണം എന്ന് പറഞ്ഞ വചനത്തിന്റെ തൊട്ട താഴെയുള്ള വചനം 6-ാമത്തെ വചനം, അധ്യായം 9 വചനം 6, അതിൽ പറയുന്നത് എന്താണോ? ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അഭയം തേടി വന്നാൽ അവന് നിങ്ങൾ അഭയം നൽകുക. അതായത് ഈ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഇനി ആരെങ്കിലും എനിക്ക് പ്രൊട്ടക്ഷൻ തരണം എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇത്ര സമാധാനം പറഞ്ഞ ഒരു അധ്യായത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് അത് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ട്. ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാം. നിങ്ങൾക്ക് ഗൂഗിളിൽ പോവുക, ചാപ്റ്റർ നമ്പർ 9, ആയത്ത് നമ്പർ 5, ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്ക്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആയത്തിന്റെ ഏതെങ്കിലും ഒരു വചനത്തിന്റെ പകുതി എടുത്തിട്ട് ഇത് ലോകാവസാനം വരെയുള്ള എല്ലാവരോടും പുലർത്തേണ്ട നിയമമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളെ ശാഖയിൽ നിന്ന് അതുപോലെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തത്തോട് തെറ്റിയാണ്. ഒരു സത്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളത് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങളത് പിന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് അത് നിങ്ങളൊരു പിന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയാൽ ഞാൻ അതിന് റെഡിയാണ്, അതിന് മറുപടി തരാം. നസറുദ്ദീൻ ഭായി, നമ്മള് സത്യസന്ധമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അതില് കാപട്യത്തിന്റെ ഒളിച്ചുവെപ്പിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നമ്മള് സത്യം പ്രവർത്തിക്കുക, സത്യത്തിന് വിജയിക്കുള്ളൂ എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ വ്യക്തിപരമായിട്ട്. പിന്നെ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ മറുപടിയൊക്കെ പറയേണ്ടതേ, ഈ യൂട്യൂബില് EA ജബ്ബാർ എന്ന് പറഞ്ഞൊരു ജബ്ബാർ മാഷുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ സ്പീച്ചുകളുണ്ട്. നമ്മളിത് വെറുതെ അവിടുന്ന് ഇവിടുന്ന് RSS പറഞ്ഞെടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞല്ല, അല്ലെങ്കിൽ RSSന്റെ ക്യാമ്പുകളിലൊന്നും പറയാറില്ല. ഞാൻ പോയ ക്യാമ്പുകളിലൊന്നും പറഞ്ഞില്ല. ഇനി വേറെ ക്യാമ്പുകളിൽ എന്തിനാ പറഞ്ഞിട്ടുണ്ടോന്നല്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുന്നത് ഈ യൂട്യൂബിൽ തന്നെ EA ജബ്ബാർ മാഷ്, പിന്നെ ഒരു മൗലവി, ഇവരൊക്കെ, പിന്നെ ചേക്കന്നൂരിന്റെ കുറെ കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മളിത് മനസ്സിലാക്കണല്ലോ. ഇപ്പൊ ഞങ്ങളിപ്പോ ആരും ഇത് പോയിട്ട് ഈ DC ബുക്സിന്റെ ഖുറാൻ നമ്മുടെ ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, മലയാളത്തിൽ എഴുതിയത്. അപ്പോ കുറച്ചൊക്കെ നമ്മളും വായിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അതിന് മറുപടി പറയേണ്ട അവരോടാണ്. അവർക്കൊന്നും ആരും മറുപടി പറയേണ്ടതായിട്ട് കേൾക്കാറില്ലേ. ഇതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ശരിയാണ്. അറേബ്യൻ ഗോത്രങ്ങളായിട്ടുള്ള ഖുറൈശികളും അല്ലെങ്കിൽ നബിയുടെ ഗോത്രവും തമ്മിലൊക്കെയുള്ള യുദ്ധമൊക്കെ ആണെങ്കിൽ, അതിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. അതൊക്കെ നല്ല ഒരു കാര്യമായിട്ട് അതിൽ നമുക്ക് പ്രശ്നത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇന്ത്യയെ പോലുള്ള ഒരു രാഷ്ട്രത്തില്, ഈ ഒരു 10-15 വർഷമുള്ള ഒരു രാഷ്ട്രത്തില് ഈ ബിംബങ്ങളെ പൂജിപ്പിക്കുന്ന ആ രാഷ്ട്രത്തിലൊക്കെ അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിട്ട് അവരാണ് കാഫർ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ള സാമാന്യമായിട്ടുള്ളൊരു എന്റെ ബുദ്ധിയിൽ ചോദിച്ച ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ RSS പഠിപ്പിച്ചതും BJP പഠിപ്പിച്ചതൊന്നുമല്ല. എനിക്കിതിന്റെ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ മനസ്സിലാക്കി EA ജബ്ബാറിൽ നിന്നും ചേക്കന്നൂറിന്റെ പ്രസംഗത്തിൽ നിന്നൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞാനിപ്പോ ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു മതവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് താങ്കൾ തന്നെ അത് പോയി ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് അതിൽ അവര് പറയുന്ന കാര്യങ്ങളിലാണോ താങ്കൾ ഇപ്പൊ പറഞ്ഞ കാര്യമാണോ സത്യം എന്നുള്ള കാര്യം നമുക്ക്. പക്ഷെ ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ കുറച്ചല്ല, ഒരു 90% കാര്യത്തിൽ ഞാൻ അംഗീകരിക്കും. കാരണം ഈ ഒരു അറേബ്യൻ മണ്ണിലുണ്ടായിട്ടുള്ള വിഷയങ്ങളും അതും പുറം ലോകത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെ തമ്മിലുള്ള കണക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ അത് എനിക്കും കുറച്ച് ഇതായി തോന്നി, ശരിയായുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ വായിച്ചിട്ടുണ്ട് ഈ അവിടുത്തെ വംശങ്ങളും വംശഗോത്രങ്ങളും തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങളും അതിന്റെ ഒക്കെ പല നിയമങ്ങളിലൊന്നും നമ്മൾ ഇതാക്കേണ്ടതുണ്ട്. അപ്പോ ഇതിന്റെ യഥാർത്ഥ കാര്യം ഇതാണ്. EA ജബ്ബാറും പിന്നെ നമ്മുടെ ചേക്കന്നൂറിന്റെ പ്രസംഗത്തിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് അവരാണ് കൂടുതൽ പറയുന്നത്. ഞങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഇത് ഇങ്ങനെയൊന്നും വ്യക്തമായിട്ടൊന്നും RSSന്റെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ BJP പ്രസംഗങ്ങളിലോ ഒന്നും പറയാറില്ല. അപ്പൊ അറിയാലോ. അപ്പൊ അതൊന്നും അവർക്കാണ് മറുപടി കൊടുക്കേണ്ടത്. ശരിയാക്കി EA ജബ്ബാറിന് മറുപടി ഇതും പറഞ്ഞിട്ട് താങ്കൾ ഇതൊന്നും പോസ്റ്റ് ചെയ്യും യൂട്യൂബില്.